മുന്നേ ഞാൻ കല്ലുമ്മക്കായുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് വന്ന കമൻറ്റാണിത്. ആൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് കൊതിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കല്ലുമ്മക്കായ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ ആളെ ഓർമ്മിക്കാറുണ്ട് കേട്ടോ. ആളെ എനിക്ക് നേരിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ കമൻറ്റിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐറ്റത്തെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷനും കഴിഞ്ഞു. വീട്ടിൽ ഉപ്പാക്കും മുത്തൂനൊന്നും ഇത് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇത്താത്താക്കും ഒന്നും പറയണ്ട. കല്ലുമ്മക്കായ എന്ന് പറഞ്ഞാൽ ഒരു മൂട് കുത്തിയ അവസ്ഥ തന്നെയാണ്. ഞാൻ കല്ലുമ്മക്കായ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു അധികം ആരും ചെയ്യാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് പൊരിച്ചിട്ടില്ലെങ്കിലും നന്നായിട്ട് കഴിക്കാൻ പറ്റും. സ്റ്റീം ചെയ്ത് എടുത്ത പാടെ തന്നെ ആ ചൂടോടെ കഴിക്കുക. എനിക്ക് ഈ പൊരിച്ച് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ കേട്ടോ. ആ തോടിന്ന് എടുത്ത പാടെ അങ്ങനെ കഴിക്കുക. അതിൽ എണ്ണയും ഒന്നും തട്ടിക്കാതെ. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണല്ലോ. ചിലർക്ക് പൊരിച്ചാലേ കഴിക്കൂ എന്നാണ്. ഞാനിങ്ങനെയാണ് കേട്ടോ അധികം കഴിക്കൽ. നിങ്ങളെങ്ങനെ കഴിക്കൽ? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഇനി നല്ല ചൂട് ചായയും കൂടി ഒഴിച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസ് ആയിട്ട് വരാം. അതുവരേക്കും ബായ്.